ശബരിമലയിലെ സർക്കാർ പിടിവാശിയിൽ തകർന്നത് പ്രളയാനന്തര കേരളത്തെ കൈപിടിച്ചുയർത്താൻ സഹായകമാകേണ്ട വിനോദസഞ്ചാര മേഖലയാണ്. ക്രമസമാധാന നില തകർന്നതിനാൽ വിദേശ സഞ്ചാരികൾ കേരളത്തെ കൈയൊഴിയുന്നു. കഴിഞ്ഞ 6 മാസ കാലയളവിൽ 2 ലക്ഷത്തിലേറെ സഞ്ചാരികളുടെ കുറവുണ്ടെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നത്. ഇത് കേരളത്തിന്റെ സാമ്പത്തിക നില തകർന്നെന്നും അദ്ദേഹം പരിതപിക്കുന്നു. കേരളത്തിൽ പോകുന്ന തങ്ങളുടെ പൗരന്മാർക്ക് അമേരിക്കയും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകിയതോടെ വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ല് തകരുന്നതായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലേക്കുള്ള വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ വരവ് ഏറ്റവും കൂടുതലുള്ളത് ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ്. മുൻകാലങ്ങളിൽ എല്ലാ ദിവസവും ഈ മാസങ്ങളിൽ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് സഞ്ചാരികൾ എത്തുമായിരുന്നു. എന്നാൽ ഇത്തവണ മാസം 5-6 ദിവസങ്ങൾ മാത്രമാണ് ഭൂരിപക്ഷം ഹൗസ് ബോട്ടുകൾക്കും സഞ്ചാരികളെ ലഭിച്ചത്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനാകാതെ ബുദ്ധിമുട്ടിലാണ് ബോട്ട് ഉടമകൾ. 2017 കണക്ക് പ്രകാരം കേരളത്തിലെത്തിയ വിദേശ ടൂറിസ്റ്റുകളിൽ 33.3%, ആഭ്യന്തര ടൂറിസ്റ്റുകളിൽ 38.40% ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് എത്തിയത്. ഈ മാസങ്ങളിലാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കാൻ സർക്കാരും പോലീസും ആസൂത്രിത നീക്കങ്ങൾ നടത്തിയത്. തുടർന്ന് പ്രതിഷേധങ്ങളും ഉണ്ടായത്. അതുതന്നെയാണ് വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചതെന്നും കരുതപ്പെടുന്നു. കേരളത്തിലെത്തുന്ന വിദേശ ടൂറിസ്റ്റുകളിൽ കൂടുതൽ പേരും അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 2017 കേരളത്തിലെത്തിയ 10.91 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളിൽ 2.73 ലക്ഷം പേരും ഇവിടെ നിന്നാണ് എത്തിയത്. കേരളത്തിന്റെ വരുമാനത്തിൽ 10% ടൂറിസം മേഖല ഉൾപ്പെടുന്ന ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിന്റെ പങ്കാണ്. 2017 ടൂറിസം മേഖലയിൽ നിന്നുള്ള പ്രത്യക്ഷ പരോക്ഷ വരുമാനം 33,383.68 കോടി രൂപയായിരുന്നു. ഈ മേഖലയിൽ നിന്നുള്ള വിദേശ നാണ്യ വരുമാനമാകട്ടെ 8,392 കോടി രൂപയും. ശബരിമലയിൽ ബോധപൂർവമുണ്ടാക്കിയ പ്രകോപനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ കടുത്ത പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത്. ധനമന്ത്രി തോമസ് ഐസക്കും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ തുടർന്ന് കേരളത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് ബ്രിട്ടൻ പൗരന്മാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. മാധ്യമ റിപ്പോർട്ടുകൾ നിരീക്ഷിച്ച ശേഷം മാത്രമേ കേരളം സന്ദർശിക്കാവൂ എന്നും ജനക്കൂട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോകരുതെന്നും ബ്രിട്ടന്റെ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഓഫീസ് നിർദ്ദേശം നൽകി. പൗരന്മാർക്ക് നൽകിയ യാത്രാബദ്ധമായ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംഘർഷങ്ങളും മറ്റു പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ഇത്തരത്തിലുള്ള നിർദ്ദേശം ബ്രിട്ടൻ ഇടയ്ക്കിടെ നൽകാറുണ്ട്. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് സംഘപരിവാർ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി ആസൂത്രിത അക്രമമാണ് അഴിച്ചുവിടുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ബോംബേറും വെട്ടിപ്പരിക്കേൽപ്പിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതു സംബന്ധിച്ച വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് പൗരന്മാർക്കുള്ള സുരക്ഷാ നിർദ്ദേശം കണക്കിലെടുത്ത് ബ്രിട്ടൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നത്. ഇപ്പോൾ ഇതെല്ലാം കേരളത്തിന്റെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഇതിനെ എങ്ങനെ നേരിടാം എന്ന തിരക്കിട്ട ചർച്ചകളിലാണ് സംസ്ഥാന സർക്കാരും. ഈ സാഹചര്യത്തെ നിർണായകമായി നോക്കിക്കണ്ടില്ല എങ്കിൽ കേരളത്തിലെ ടൂറിസം മേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തെ ഗൗരവമായി കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.